Yeah, yeah. അവളുടെ കഥകൾക്ക് കാണാം നമ്മളുടെ ഭാവം മനസ്സിനുള്ളിൽ കിടക്കുവാൻ അവളുടെ സ്റ്റൈൽ കണ്ടവന്റെ പുറകെ പോകാൻ അവളിലെ സംഗതി fair അവൾക്ക് വേണം ജീവൻ attitude like a gear അഹങ്കാരം or she cut it to size don't try to fool her she'll catch your lies a woman's voice can shape the game when given a place if you slip under her radar the truth hits you in the face down അവളുടെ mental story no slip up survive fake or real she is spot on നിനക്ക് try ചെയ്യാം but her instincts don't fail strong intuitions that's never up for sale എന്താ ദാസപ്പ ഇലയൊക്കെ കൊണ്ട് ഇവിടെ ഒരു പരീക്ഷണം പത്രോട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ CP ചേട്ടനല്ലേ, പുള്ളിയുടെ FB പ്രൊഫൈലിൽ റെസിപ്പി കണ്ടാന്ന് തൊട്ടിട്ടുള്ള ആഗ്രഹമാണ് ഒരു കൈ നോക്കണം എന്നുള്ളത്. സഹായിക്കണോ? സഹായിക്കൊന്നും വേണ്ട, പറ്റിയ ഉണ്ടാക്കി തന്ന ഉപകാരം. എടാ ഇതിനെ പച്ചരിയും പരിപ്പൊക്കെ കുതിർക്കണം. വേണ്ട സകലത്തൊന്നും സാധനങ്ങളും കുറിച്ച് വെച്ചിട്ടുണ്ട്. ഓഹോ, അപ്പം എടുക്ക്, നമുക്ക് അരയ്ക്കാനുള്ള വഴി നോക്കാം. ഫൈൻ. അവളുടെ മനസ്സുറങ്ങുന്നില്ല respect kindness അവൾ മറക്കില്ല she can break down your vibes forge her own path when you step up she might ask മിക്സി ഇല്ലേ ഇവിടെ? ഉണ്ടല്ലോ. ചെറിയ ജാറ് വേണോ വലിയ ജാറ് വേണോ? വലുത് മതി. അല്ല നീ കായവും മുളകും പുളിയും ഒക്കെ ഇട്ടിട്ടുണ്ടോ? ജീരകം കായം മറ്റേ കൂടെ ചേർക്കുന്ന സാധനങ്ങളല്ലേ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. I am got particularly trash you'll see right through that sham the scoring system is tight it's real talk no trash she's real to the core cuts through any venom with ease she doesn't sugarcoat it just says what she sees all doubts get grounded till she strikes on her way if you don't catch a sign there's no safe place to stay സത്യത്തില് ഇത് ബ്രാഹ്മിൻസിന്റെ പലഹാരല്ലേ ഈ പത്രോട എന്ന് പറയുന്നത്? യെസ്, കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞാൽ കൊങ്കണീസ് എന്ന് പറയില്ലേ, ഗൗഡ സരസ്വത ബ്രാഹ്മണന്മാര്, അവരുടെ ഡിഷാണ് പത്രോട. ഈ ഓക്കെ, അപ്പോൾ ഒരു സംശയമുണ്ട് എനിക്ക്. ഈ നമ്മുടെ നാട്ടിലെ പലഹാരങ്ങൾക്കൊക്കെ നോർമലി ഈ വാഴയില ആണ് നമ്മൾ അടയിലും എന്തെങ്കിലും യൂസ് ചെയ്യുക. ഇത് ഇത്ര ഈസിലി അവൈലബിൾ ആകുമ്പോൾ ഇവർ ഈ ചേമ്പൽ എന്തിനാ സാധനത്തിന് യൂസ് ചെയ്യുന്നത്? അതിനൊരു കാരണമുണ്ട്. ഒരു കാലത്ത് വൈദേശിക ആക്രമണ നിമിത്തം ഇവർക്ക് സ്വന്തം നാടായ ഗോമന്തകം വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. അപ്പോൾ കുറേ കാലം നാടോടികളായിരുന്നു ഇവർ. അങ്ങനെ നാടോടികളായി കഴിയുമ്പോൾ വഴിയിൽ കണ്ട ഭക്ഷ്യയോഗ്യമായ എല്ലാ ചെടികളും ഇലകളും അവർ തങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി. അങ്ങനെയാണ് നമുക്ക് ഒട്ടും പരിചയമില്ലാത്തത്, അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചേമ്പല പോലത്തെ ഇലകൾ അവരുടെ ക്യുസീനിന്റെ പ്രധാന ഭാഗമാകുന്നത്. അതെ, ഗോമന്തകം എന്ന് വെച്ചാൽ കറന്റ് ഗോവ അല്ലേ? ഗോവ തന്നെ. ഇത് കൊള്ളാലോ. ഇത് ആരുടെ കപ്പാ? ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളി ഡിവോഴ്സിന് ശേഷം ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന ടൈമിൽ ഞാനാണ് ഒരു മാസം അവിടെ കൊണ്ടു നിർത്തിയത്. നമ്മുടെ ഒരു നോട്ടല്ലെങ്കിൽ ശരിയാവില്ല ഒരു ടൈമിൽ. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി മെൻ്റലി ഓക്കെ ആയി പോകുന്ന സമയത്ത് ഗിഫ്റ്റ് തന്നതാണ്. കൊള്ളാം. The great question that has never been answered and which I have not yet been able to answer despite my 30 years of research into the feminine soul is, what does a woman want? കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ലോജിക്കലി നല്ല ദീർഘവീക്ഷണമുള്ള പുരുഷൻ. സ്ത്രീകളുമായിട്ടുള്ള വ്യവഹാരത്തിൽ ലോജിക്കിനും ദീർഘവീക്ഷണത്തിനൊക്കെ എന്ത് പ്രസക്തിയാണ് ജോളിലെ? ഉദാഹരണത്തിന് ഇവൻ്റെ കാര്യം തന്നെ എടുക്കാം. ഭാര്യനെ ഉള്ളം കയ്യിൽ കൊണ്ടുവച്ച് നടക്കുന്നവനായിരുന്നു. പക്ഷെ അവസാനമായപ്പോഴേക്കും കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ, ചെറിയ ഈഗോ ക്ലാഷുകൾ അത് ഊതി വീർപ്പിച്ച് വലുതാക്കി ലാസ്റ്റ് ഡിവോഴ്സിൽ കൊണ്ടുവന്നെത്തിച്ചു. ഞാൻ അവൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടും അവൾ തൃപ്തിയാകുന്നില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ വീട്ടിൽ എന്നും നല്ല വഴക്കാണ് എന്നൊക്കെ പുരുഷന്മാരുടെ പൊതുവെയുള്ള പരാതിയാണ്. എക്സാക്ട്ലി. എൻ്റെ പരിചയത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അവർക്ക് അത്യാവശ്യം പാർട്ട്നേഴ്സിനെ കെയർ ചെയ്യുന്ന കൂട്ടത്തിലുള്ളവരാണ്. എന്നാൽ അവസാനം കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ ഇടി മാത്രമേ ബാക്കി. റിലേഷൻഷിപ്പിൽ പുരുഷൻ്റെ ഓവറോൾ പെർഫോമൻസ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകൾ രഹസ്യമായി ഒരു പോയിന്റ് സ്കോറിംഗ് സിസ്റ്റം സൂക്ഷിക്കുന്നുണ്ട്. ഇത് മിക്ക പുരുഷന്മാർക്ക് അറിയില്ല. റിലേഷൻഷിപ്പിൽ തങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു, അല്ലെങ്കിൽ പുരുഷൻ തനിക്ക് വേണ്ടി എന്ത് നീക്കി വയ്ക്കുന്നു, അതിപ്പോൾ ഒരു കപ്പ് കാപ്പി ആയിക്കോട്ടെ, സ്നേഹം ആയിക്കോട്ടെ, സമയം ആയിക്കോട്ടെ, ഒരു ഔട്ടിംഗ് ആയിക്കോട്ടെ, സ്ത്രീകൾ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്.
മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ പോയിന്റ് സ്കോറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതവർ ബോധപൂർവമോ അബോധപൂർവമോ ചെയ്യുന്ന സംഗതിയായിരിക്കും. പക്ഷെ ഈ സിസ്റ്റത്തിൽ പോയിന്റ് കൂടുന്നത് നിങ്ങൾ എത്ര വലുതോ എത്ര വിലപിടിപ്പുള്ളതോ ആയ സംഗതി ചെയ്തു എന്നതിനെ ആശ്രയിച്ചല്ല. ഉദാഹരണത്തിന് നിങ്ങൾ കൊടുക്കുന്നത് ഒരു റോസാപ്പൂ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡയമണ്ട് നെക്ലസ് ആയിരിക്കും. പക്ഷേ ഇവിടെ എത്ര തവണ കൊടുത്തു എന്നുള്ളതിലാണ് കാര്യം. കുറച്ചുകൂടി വ്യക്തമാക്കി പറയാൻ പറ്റുമോ? ഈ കണക്കിൽ ഫിലോസഫി കലർത്തി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സപ്പോസ് നീ ഇപ്പൊ നിന്റെ ഗേൾ ഫ്രണ്ടിന് തിങ്കളാഴ്ച ഒരു റോസാപ്പൂ നൽകിയെന്ന് വിചാരിക്കാം. അവളുടെ സ്കോർ കാർഡിൽ നിനക്ക് ഒരു പോയിന്റ് കിട്ടും. ഇനി നീ ഈ ഒരു റോസാപ്പൂവിന് പകരം 10 റോസാപ്പൂവാണ് കൊടുത്തതെങ്കിലും നിനക്ക് ഒരു പോയിന്റേ കിട്ടാൻ പോകുന്നുള്ളൂ. ഇതിന് പകരം നീ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അവൾക്ക് വീണ്ടും ഒരു റോസാപ്പൂ കൂടി കൊടുത്താൽ ഒരു പോയിന്റ് കൂടുതൽ കിട്ടും നിനക്ക്. അതെന്താ ഒരു ശനിയാഴ്ച ഞായറാഴ്ച കണക്ക്? അതെന്താന്ന് വെച്ചാല് വീക്കെൻഡ് മിക്ക വിദ്യാർത്ഥിനികൾക്കും ജോലിക്കാർക്കും അവധിയാണല്ലോ. അപ്പൊ ഈ അവധി ദിവസം കിട്ടുമ്പോൾ ഇവർ ഈ കാര്യത്തിനെ കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ നീ വീക്കെൻഡിൽ കൊടുക്കുന്ന ഒരു സമ്മാനത്തിന് ബാക്കിയുള്ള ദിവസം കൊടുക്കുന്ന സമ്മാനത്തിനേക്കാളും മൂല്യം കൂടും. ഇനി ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും അകന്നിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നേരിട്ടല്ലാതെ പോലും നീ അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സമ്മാനത്തിന് അവള് ബാക്കിയുള്ള സമ്മാനത്തിനേക്കാളും കൂടുതൽ മൂല്യം കൽപ്പിക്കും. അതായത് ഈ ഒഴിവ് സമയമുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അഫെയറിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക. സോ ആ ഫ്രീ ടൈം കൂടുതൽ കിട്ടുന്നതിനനുസരിച്ചിട്ട് നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ, അതായത് ഈ നമ്മുടെ ആബ്സെൻസ് അവർ കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന അർത്ഥം. ഞാനും ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ സ്കൂളിൽ നമ്മളുടെ ലവറിനെ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ആബ്സെൻസ് ശനി ഞായർ നമ്മൾ മിസ് ചെയ്തതിനു ശേഷം തിങ്കളാഴ്ച കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ലൈക്ക് എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടുതലായിരിക്കും. ഈ ആബ്സെൻസ് തന്നെയല്ലേ ഇതിന്റെ കാരണം? അതെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്തോ ഒരു സ്കോറിംഗ് സിസ്റ്റം നിലവിലുണ്ടെന്ന് മനസ്സിലാക്കിയാലും പുരുഷന്മാര് അതിനെ അധികം ശ്രദ്ധ കൊടുക്കാറില്ല, അതിനെ അവഗണിക്കും. അപ്പൊ ഈ അവഗണന തീർച്ചയായിട്ടും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യും. ഒരു പുരുഷന് തൻ്റെ പെണ്ണിന്റെ കയ്യിൽ നിന്നും ലഭിക്കുന്ന സ്കോറിന്റെ അളവ് അവരുടെ ജീവിത നിലവാരത്തെ ശരിക്കും ബാധിക്കും. ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാല് സ്കോർ ബോർഡിന്റെ കംപ്ലീറ്റ് അഡ്മിൻ റൈറ്റ്സും ഞങ്ങളുടെ കയ്യിലാണ്. അത് വിചിത്രമായിട്ടുള്ള ഒരു കാര്യമല്ല, നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വേണം പറയാൻ. അല്ല, അപ്പോ ഈ പറയുന്ന സ്കോർ ബോർഡിലെ ലോ പെർഫോമൻസ് ഇത് ആണുങ്ങൾ ശ്രദ്ധിക്കാറില്ല. കാരണം നിങ്ങളിൽ ഇതിന്റെ സ്വാഭാവികമായിട്ടും റിയാക്ഷൻസ് ഉണ്ടാവുമല്ലോ. സത്യം പറഞ്ഞാൽ ഇല്ല. ഒരു സ്ത്രീയുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുടെ പ്രാഥമിക ലക്ഷണങ്ങൾക്ക് പുരുഷൻ പുല്ലുവലിയാണ് സാധാരണ കൽപ്പിക്കാറുള്ളത്. എന്താന്ന് വെച്ചാല് അവൻ വലിയ വലിയ വെല്ലുവിളികളെയും വേദനകളെയും വെട്ടിപ്പിടിച്ചവനാണ്. അപ്പൊ അവനൊരു സോ വാട്ട് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും യൂഷ്വലി ഉണ്ടാവുക. അപ്പൊ ഒരു സ്ത്രീയുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ അവന് മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഒരു സ്ത്രീയും പുരുഷനും റിലേഷൻഷിപ്പ് ആരംഭിക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ആ റിലേഷൻഷിപ്പിലേക്ക് എന്തൊക്കെയാ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക. ഇതിപ്പോ ഒരു ഈവനിങ് ഔട്ടിംഗ് ആയിക്കോട്ടെ, സർപ്രൈസ് ഗിഫ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നിലച്ചിരിക്കാത്ത സമയത്ത് ഒരു വിസിറ്റ് ആയിക്കോട്ടെ, എന്തൊക്കെയാണ് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരിക്കലും ഒരു തുറന്ന ചർച്ച അവർക്കിടയിൽ നടക്കുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാല് രണ്ടുപേരും സൈലന്റ് ആയിട്ട് അനുമാനിക്കുന്നു, തീരുമാനിക്കുന്നു, അതങ്ങോട്ട് നടപ്പിലാക്കുന്നു. അതായത് റിലേഷൻഷിപ്പില് രണ്ടുപേരും അവരവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അവരുടെ പങ്കാളിക്ക് കൊടുക്കുന്നത്. അത് സത്യമാണ് കേട്ടോ. പുരുഷൻ പൊതുവെ ഇതൊന്നും പരിഗണിക്കുന്ന കൂട്ടത്തിലല്ല. ഇപ്പൊ ടൗണിലെ ഏറ്റവും ഫേമസ് ഹോട്ടലിൽ മാസത്തിൽ ഒരിക്കലും ഒരു ഡിന്നറിന് ഫാമിലി ഒരു മൊത്തം കൂട്ടി പോകുന്നതിനൊക്കെ അവൻ വില കൊടുക്കുന്നത് വർഷത്തിൽ ഒരിക്കലും ഒരു കാശ്മീർ ട്രിപ്പ് പോകാനാണ്. അതെ, അവിടെയാണ് നിങ്ങൾക്ക് പിഴയ്ക്കുന്നത്. ആഴ്ചയിൽ ഒരിക്കല് നിങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന ചൂട് പരിപാടിക്ക് ഓൾ ഇന്ത്യ ട്രിപ്പിനേക്കാൾ അവള് വില കൽപ്പിക്കുന്നുണ്ട്. പക്ഷെ കഷ്ടം എന്നേ പറയുള്ളൂ, നിങ്ങൾക്ക് ഇത് ഒരിക്കലും മനസ്സിലാവില്ല. ഒരു പുരുഷൻ തൻ്റെ വീട് വൃത്തിയാക്കിയാല് അല്ലെങ്കിൽ ഡ്രസ്സ് അലക്കിയിട്ടാല് അവിടെ അവനൊരു പോയിന്റ് ലഭിക്കും. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റിയിലല്ല കാര്യം, ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ എണ്ണത്തിനാണ്. വീട് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ മുഴുവൻ വീടൊന്നും വൃത്തിയാക്കണ്ട, പറമ്പിലിറങ്ങി 4 പുല്ല് പറിച്ചാൽ മതി, 2 ജോഡി ഡ്രസ്സ് അലക്കിയിട്ടാൽ മതി. ചെയ്യുന്ന ആക്ടിവിറ്റി എത്രത്തോളം എണ്ണം കൂടുതലുണ്ടോ അത്രത്തോളം പോയിന്റ് നിങ്ങൾക്ക് സ്കോർ കാർഡിൽ കയറും. അതായത് 2 ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ 2 പോയിന്റ് കൺഫേം ആണെന്ന് ഉറപ്പാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
ഇത് നിങ്ങൾ സ്ത്രീകൾ അറിഞ്ഞുകൊണ്ട്, അതായത് കോൺഷ്യസ്ലി ചെയ്യുന്നതാണോ, ബോധപൂർവം ചെയ്യുന്നതാണോ നിങ്ങളിത്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബോധപൂർവം ചെയ്യുന്ന പ്രവൃത്തിയല്ല. പക്ഷേ ഈ കിട്ടുന്ന സ്കോറിന്റെ എണ്ണം ഉണ്ടല്ലോ, അതിന്റെ എഫക്റ്റ് മനസ്സിൽ വളരെ ആഴത്തിൽ പതിയുന്നുണ്ട്. ഈ നല്ല സ്കോറുള്ള ഭർത്താക്കന്മാരുടെ ഭാര്യമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ കെയർ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നല്ല പരിഗണന കിട്ടുന്നുണ്ട് എന്ന് അവരുടെ മനസ്സിന് തോന്നുന്നതായിട്ട് എന്നോട് പറഞ്ഞ പല സ്ത്രീകളും ഉണ്ട്. ഓക്കെ, അതായത് ഈ സ്കോറിംഗ് സിസ്റ്റത്തിൽ തരക്കേടില്ലാണ്ട് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ആ റിലേഷനിൽ ഹസ്ബൻഡ് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വി ഓൾസോ മാറ്റേഴ്സ് എന്നുള്ളൊരു ചിന്ത സ്ത്രീകൾക്ക് വരുന്നുണ്ട് എന്നല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഒന്ന് ശരിയാവില്ല. നിങ്ങൾ ആണുങ്ങൾക്കും ഇതുപോലൊരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് ജോ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിലേഷനിൽ ഞങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നു, അതിപ്പോൾ ഈവൻ ഒരു യൂട്ടിലിറ്റി ആവാം, പീസ് ഓഫ് മൈൻഡ് ആവാം, അല്ലെങ്കിൽ എന്തൊക്കെ കിട്ടുന്നു എന്നുള്ളതിനെ, ഞങ്ങൾ എത്രത്തോളം കെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെ, അതിന് ഞങ്ങൾക്കൊരു സ്കെയിലിംഗ് സിസ്റ്റം ഉണ്ട്. പക്ഷേ അതിൽ ഇപ്പോൾ ഞങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ട്ണർ, ഗേൾ ഫ്രണ്ട്, അവരൊരു ലോ സ്കോറാണ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ മാതിരി ലൈഫിന്റെ ക്വാളിറ്റീനെ ഇപ്പോൾ ഒച്ചയ്ക്ക് പറഞ്ഞാൽ മനസ്സമാധാനത്തിന് അത്രയ്ക്ക് ബാധിക്കില്ല എന്ന് മാത്രം. ബട്ട് ഞങ്ങൾക്കുണ്ടൊരു സ്കോറിംഗ് സിസ്റ്റം. ശരിയാണ്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആണുങ്ങൾക്കും സ്കോറിംഗ് സിസ്റ്റം ഉണ്ടെന്ന്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെയോ അല്ലെങ്കിൽ കിട്ടുന്ന ഗിഫ്റ്റിന്റെയോ വലിപ്പത്തിനാണ് കാര്യം. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ ഒരു ഭാര്യ 30 ദിവസവും ഒരു ദിവസം പോലും മുടക്കാതെ ടിഫിൻ പാക്ക് ചെയ്ത് നൽകുന്ന ഭർത്താവിനെ വിചാരിക്കുക. അതിന് അവൻ ചിലപ്പോൾ ഒരു നന്ദി വാക്കോ ഒരു സ്നേഹപ്രകടനമോ ഒന്നും കാണിച്ചെന്ന് വരില്ല. പക്ഷെ അതേസമയം ഇതേ ഭാര്യ ഓഫീസിൽ പോകാൻ ഇറങ്ങുന്ന ഭർത്താവ് മറന്നു വെച്ച ഒരു ഫയൽ ഓർമ്മിച്ച് എടുത്തു കൊടുത്താൽ അവളെ എന്താ പറയാ, അവൻ പ്രൈസ് ചെയ്യുന്ന ആ ഒരു വിധം ഉണ്ടല്ലോ, അത് അവർക്ക് ഇതുവരെ കിട്ടാത്തൊരു രീതിയിലുള്ള ഒരു പ്രൈസ് ആയിരിക്കും. ഇത് മിക്കവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അതെ, അത് അതിനൊരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. നമ്മുടെ വണ്ടി, ഇപ്പൊ കാറ്, അവര് സ്വന്തമായിട്ട് ഗരാജിൽ പോയിട്ട് ഓയിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ, ലൈക്ക് മറ്റേ നമ്മുടെ സ്ത്രീകളിൽ നിന്ന് ഒരാണ് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഇത്ര ഓപ്ഷൻസ്, 10 ഓപ്ഷൻസ് ആണ് നിങ്ങൾ എനിക്ക് സാധാരണ എന്തെങ്കിലും ചെയ്തു തരിക എന്നുള്ള കണക്ക് ഞാൻ കൃത്യമായിട്ടുണ്ട്. ഈ വണ്ടി ഒന്ന് ഇതാക്കി തരിക, അല്ലെങ്കിൽ ഞങ്ങൾ മറന്ന ഫയലോ എന്തെങ്കിലും ഓഫീസിൽ എത്തിച്ച് തരിക, ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമാണ്. കാരണം സ്പാഷ്യൽ ബ്രെയിൻസ് ആണ് ഒരാണിന്റെ എന്ന് പറഞ്ഞു. മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവൻ ഒരുപാട് വാല്യൂ കൊടുക്കും. അപ്പോൾ അതിൽ എന്തോ എക്സ്ട്രാ ആയിട്ട് ഞങ്ങൾക്ക് ചെയ്തു തന്നോ, അല്ലെങ്കിൽ റിലേഷനിൽ കുറച്ചുകൂടി ഞങ്ങളുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്തു എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ളൊരു ഒരു മതിപ്പ് അതെന്തായാലും വരും. ഓർക്കേണ്ട കാര്യം, സ്ത്രീയുടെ സ്കോറിന്റെ പ്രതിഫലനം പുരുഷന്റെ പെരുമാറ്റത്തിൽ കണ്ടോളണമെന്നില്ല. പക്ഷേ പുരുഷന്റെ സ്കോറിന്റെ പ്രതിഫലനം എന്തായാലും ഭാര്യയുടെ പെരുമാറ്റത്തിൽ കാണും. ഇല്ലെങ്കിൽ ഞങ്ങളെ കാണിക്കും മോനെ. ഈ ലിവിങ് റിലേഷൻഷിപ്പ് ആയാലും ഇനിയിപ്പോൾ ദാമ്പത്യമായി കഴിഞ്ഞാലും, ഇനി അതല്ല ജസ്റ്റ് ഒരു കാഷ്വൽ ആയിട്ടുള്ള നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് എന്ന ലെവലിലുള്ളൊരു ബന്ധമാണെന്നുണ്ടെങ്കിലും, ഈ ഏർപ്പെട്ടിരിക്കുന്ന ബന്ധത്തിന്റെ ഇന്റൻസിറ്റി എല്ലാവർക്കും ഒരുപോലെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അവർക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചോദിക്കുകയാണ്, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക്. ഈ ആണുങ്ങളുടെ പോയിന്റ് കൂട്ടാൻ എന്തെങ്കിലും എളുപ്പവഴിയുണ്ടോ ഈ സ്കോറിംഗ് സിസ്റ്റത്തിൽ? പറയാം, നമുക്ക് ആദ്യം പത്രോടായോന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. ഉദാഹരണത്തിന്, കുളി കഴിഞ്ഞ് വന്നിട്ട് നനഞ്ഞ രാവിലെ കിടക്കയിൽ വലിച്ചെറിയാം. ഓഫീസിൽ നിന്ന് വരുമ്പം തന്നെ സോക്സും ടൈയും എല്ലാം തോന്നിയ പോലെ അഴിച്ചിടാതിരിക്കാൻ. വല്ലപ്പോഴും അടുക്കളയിൽ കയറിയ കത്തിയൊക്കെ ഒന്ന് മുറിച്ചു കൂട്ടി വെക്കാൻ. TV കാണുമ്പോൾ ചാനൽ മാറ്റാതിരിക്കാൻ. ഇനി ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഓഫീസിൽ നിന്ന് വന്നിട്ട് നേരെ TVയുടെ മുന്നിൽ പ്രതിഷ്ഠിക്കാതെ വന്നപാടെ കുറച്ച് സമയം ഞങ്ങളോടൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും മതി. ആ അവസാനം പറഞ്ഞ ഒരു കാര്യത്തിനാണ് ഭാര്യ ഞാനായിട്ട് ഏറ്റവും അധികം അടി ഉണ്ടാവാറുള്ളത്. കാരണം വന്നു കഴിഞ്ഞാൽ നമ്മൾ റിലാക്സേഷൻ മൂഡ് എന്നുള്ള ലെവലിലാണ് TV ഓൺ ചെയ്യുക. അപ്പം ന്യൂസ് അവിടെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ അതിൽ ശ്രദ്ധ ഉണ്ടായിരിക്കില്ല. റിലാക്സ് ചെയ്യുന്നുണ്ട്, ഒപ്പം വേറെ എന്തെങ്കിലും കാണുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ആ ഒരു മൈൻഡ് സെറ്റേ ഉള്ളൂ. പക്ഷെ അതിനാണ് വീട്ടിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാവുക. അതുപോലെ തന്നെ കുഞ്ഞുണ്ടായിട്ട് അധികമായിട്ടില്ലെങ്കിൽ ആ കുഞ്ഞിന് കൊടുക്കുന്ന പരിഗണനയുടെ പകുതിയെങ്കിലും ഞങ്ങൾ ഭാര്യമാർക്കും തരിക. കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഭാര്യമാരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് സ്ഥിരം പരാതിയാണ്. അതെന്തങ്ങനെ? വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലെത്തുമ്പോൾ പെൺകുട്ടിയായിരിക്കും കുറേ കാലത്തേക്ക് അവിടുത്തെ ശ്രദ്ധാകേന്ദ്രം.
പ്രഗ്നൻ്റ് ആവുന്നതോടുകൂടി ഈ കരുതൽ സ്നേഹവും 10 ഇരട്ടിയാവും. അത് നിങ്ങൾ സ്ത്രീകളുടെ വെറും തെറ്റിദ്ധാരണയാണ്. സംഭവം ശരിയാണ്, 10 ഇരട്ടിയാവും ശ്രദ്ധ മുഴുവൻ. പക്ഷെ 10 ഇരട്ടി ആയിട്ട് വർദ്ധിക്കുന്ന ശ്രദ്ധയുടെ ഓൾമോസ്റ്റ് 90% സത്യത്തിൽ ആ കുഞ്ഞിന് നേരെയുള്ളതാണ്. പിന്നെ അത് ഡയറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ കുഞ്ഞിൻ്റെ കൺവേ ചെയ്യാനുള്ള മീഡിയം, കുഞ്ഞിനോട് കൺവേ ചെയ്യാനുള്ള മീഡിയം കുഞ്ഞിൻ്റെ അമ്മയായ കാരണം ഒബ്വിയസ്ലി ഫോക്കസ് പോയിന്റ് നിങ്ങളായിരിക്കും. ഇപ്പോൾ ഭർത്താവിൻ്റെ അനിയത്തിക്കാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും ഇപ്പോൾ അവർ ആൻറ്റി ആവാൻ പോകുന്നു, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ അച്ഛമ്മയാവാൻ പോകുന്നു, അച്ഛനാവാൻ പോകുന്നു, ഇവർക്ക് ഈ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. സോ എക്സ്ട്രീം മോസ്റ്റ് കെയർ ആ കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും എല്ലാ ഫോക്കസ് പോയിന്റ്സും നിങ്ങളുടെ നേരെ വന്നു തീരും. കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ടെങ്കിലും നീ പറഞ്ഞത് സത്യമാണ്. ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കുഞ്ഞിനെ മാത്രം മതി. അതിനോട് കാണിക്കുന്ന പരിഗണനയുടെ ഒരു 10% അമ്മമാരോട് കാണിച്ചാൽ എത്ര നന്നായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിൽ കാര്യം പറയുകയും വേണ്ട. ദാസ് സം പീപ്പിൾ ദേ ആർ പ്രോൺ ടു ഹേർട്ട്. ഒരു വീടിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി കോർ ഫോക്കസ് പോയിന്റായി 1 വർഷത്തോളം കൊണ്ടു നടന്നിട്ട് പെട്ടെന്ന് ഒറ്റയടിക്ക് താഴെയിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? സെൻസിറ്റീവായുള്ള വ്യക്തിത്വമുള്ള സ്ത്രീകൾക്ക് ഇതൊരിക്കലും താങ്ങാൻ സാധിക്കില്ല. 22% ഇന്ത്യൻ സ്ത്രീകളും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അനുഭവിക്കുന്നവരാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ അവഗണന തന്നെയാണ്. മറ്റാര് ചെയ്താലും ഒരുപക്ഷെ സ്ത്രീകൾ താങ്ങും. പക്ഷേ സ്വന്തം ഭർത്താവ് തന്നെ അവഗണിച്ചാൽ അവൾക്ക് ഒരിക്കലും താങ്ങാൻ സാധിക്കില്ല. രാത്രി വരാൻ വൈകുമെങ്കിലോ ആഹാരം എടുത്തു വെക്കണ്ട എങ്കിലോ അവളെ നേരത്തെ ഒന്ന് വിളിച്ചു പറയുക. പറ്റുമെങ്കിൽ കാറിൽ ഒരു കുട ഭാര്യയ്ക്ക് വേണ്ടി കരുതുക. വല്ലപ്പോഴും വളരെ സാവധാനം അവളെ അപ്രോച്ച് ചെയ്തിട്ട് അപ്രതീക്ഷിതമായിട്ട് ഒരു ഉമ്മ കൊടുക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ സ്ത്രീകൾ എന്തെങ്കിലും പറയാൻ വരുമ്പോൾ അത് എത്ര സില്ലി മാറ്റർ ആയിക്കോട്ടെ അത് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. അവസാനം പറഞ്ഞു മാത്രം എത്ര പേരെ കൊണ്ട് സാധിക്കുന്നു കണ്ടറിയണം. പറഞ്ഞത് ശരിയാണ്, സാധിക്കുന്നത്ര ചെയ്യണം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനൊരു വ്യക്തമായിട്ടുള്ള കാരണമുണ്ട് ജോ. അതായത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ആ ടൈമിൽ ഹസ്ബൻഡ്, അതായത് അല്ലാന്നുണ്ടെങ്കിൽ പാർട്ട്ണർ, ആരായിക്കട്ടെ, ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളി സ്പോട്ടിൽ ഒരു സൊല്യൂഷൻ ആയിട്ട് വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഇത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു കാര്യം വേറെ ഇല്ല. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് എന്ത് നിങ്ങൾ ആണുങ്ങൾ ഇങ്ങനെ കുറച്ചൊരു ക്ഷമയോടുകൂടി കേട്ടോണ്ടിരുന്ന നിങ്ങൾക്ക് എന്താ കുഴപ്പം? അത് അടുത്ത എപ്പിസോഡിൽ പറയാം. തൽക്കാലം നമുക്ക് പത്രോടെ നോക്കാം. അവളുടെ കഥകൾക്ക് കാണാം നമ്മളുടെ ഭാവം, മനസ്സിനുള്ളിൽ കിടക്കുവാൻ അവളുടെ സ്റ്റൈൽ. കണ്ടവന്റെ പുറകെ പോകാൻ അവളിലെ സംഗതി ഫെയർ. അവൾക്ക് വേണം ജീവ attitude like a gear. അഹങ്കാരം or she cut it to size. Don't try to fool her, she'll catch your lies. A woman's voice can shape the game when given a place. If you slip under her radar, the truth hits you in the face. Dana Balloon mental scoring, no slip up survive. Fake or real, she is spot on. നിനക്ക് try ചെയ്യാം, but her instincts don't fail. Strong intuitions that's never up for sale. അവളുടെ സ്റ്റോറിന് വേറെ തുലാസില്ല, അവളുടെ മനസ്സുറങ്ങുന്നില്ല. Respect kindness, അവൾ മറക്കില്ല. She can break down your vibes, forging her own path. When you step up, she might ask, do you know who I am? Dapat intelligent, she'll see right through that sham. The scoring system is tight, it's real talk, no trash. No trash. She's real to the core, cuts through any venom with ease. She doesn't sugarcoat it, just says what she sees. All doubts get grounded, dust she strides on her way. If you don't catch a sign, there's no safe place to stay. Mental scoring ഇത് വെറും വാക്കല്ല, you gotta live it to feel it. She's the reason we care. നിന്റെ മനസ്സാണ് അവളുടെ computer, in her heart lies the verdict, an unspoken score. Truth hits you in the face, the simple survive. ഇതാണ് അവളുടെ main life, and the instincts don't fail. Strong intuitions that's never over the sale. ഇതാണ് അവളുടെ mental scoring, no simple survive. Fake or real, she is spot on. നിനക്ക് try ചെയ്യാം, but her instincts don't fail. Strong intuitions that's never up for sale.
അവളുടെ സ്കോറിന് വേറെ തുലാസില്ല അവളുടെ മനസ്സുറങ്ങുന്നില്ല Respect kindness അവൾ മറക്കില്ല She can break down your vibes forging her own path When you step up to my ass do you know who I am Dapat intelligent just you went through that sham Her scoring system is tight it's real talk no trash yeah no trash yeah She's real to the core cuts through any venom and fear She doesn't sugarcoat it she says what she sees all doubts get mine until she strides on her way If you don't catch a sign there's no safe place to stay